അതായത് നമുക്ക് വൈകുന്നേരം രാത്രികളിലേക്ക് ഈ ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നേച്ചർ ആസ്വദിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇല്ല സാധാരണ പോലെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രഷ് മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് പർച്ചേസ് കഴിഞ്ഞിട്ട് തമിഴായിരിക്കും. ഹിന്ദി 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 പറഞ്ഞു നോക്ക്. അപ്പോൾ അതാണ് നമ്മളുടെ ദി കൺട്രി ക്ലബ് വാലി വിസ്റ്റ എന്ന് പറയുന്ന റിസോർട്ട്. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ ചെമ്പകപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് പ്രകാശപുരത്തിലേക്കുള്ള ഒരു റൂട്ടിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇപ്പോൾ ഈ റൂട്ടിലേക്ക് കൂടെ ഇപ്പോൾ ഏകദേശം, അതായത് നമ്മളെ കൊടൈക്കനാൽ മെയിൻ റൂട്ടിൽ നിന്ന് ഇനി ഒരു 4 കിലോമീറ്റർ റൂട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് പിന്നെ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു, ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. റോഡ് അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് ടൈപ്പ് തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻറ്റീരിയർ ആയിട്ട് തന്നെ തോന്നിക്കണം. ഇല്ല, ഈ സ്ഥലം മാത്രമേ ഇല്ല അല്ലേ? ഇവിടെ നല്ല റോഡ് വരുന്നുണ്ടല്ലോ. ഓക്കെ, സ്റ്റാർട്ടിങ് മാത്രമേ ഇല്ലൂ, നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല റോഡുണ്ട്. ആ സ്ഥലങ്ങളുണ്ടോ? അത് ആ വില്ലേജ്, എനക്കൊന്നത് ആ പൂമ്പാറ വില്ലേജിന്റെ ആ ഒരു സൈഡാണ്. ഫുൾ കളർഫുൾ ആയിട്ടുള്ള വീടായിരിക്കും അവിടെ ഇല്ലതല്ല. In 200 meters, slide left. Country Club Kodaikanal. അർജു നമ്മൾ ഇത്രയും നേരം കോട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കോടയെല്ലാം ഒന്നിങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അല്ല, ഇതാണ് ശരിക്കും നമ്മുടെ വ്യൂ. അപ്പോൾ ആ താഴെയുള്ള പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള, നമ്മൾ ഫസ്റ്റ് കയറി വരുന്ന സമയത്ത് ഒരു ഡാം കണ്ടിട്ടുണ്ടായിരുന്നേ, പല്ലാർ ഡാം. ആ പല്ലാർ ഡാമിൻ്റെ വ്യൂ ആണത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ ആ ഒരു സെയിം കോട അത് ഇവിടം വരെ എക്സ്റ്റെൻഡ് ആയിട്ട് കിട്ടുന്നതാണ്. എന്ത് ഭംഗിയാലേ, നല്ലൊരു പ്രോപ്പർട്ടി കേട്ടോ ഇത്, അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നേരെ എങ്ങനെ വന്നു, നമ്മൾ ഇവിടത്തേക്ക് വന്ന് നമുക്കൊരു കോക്കോസ് വാക്കർ ഒന്ന് നടന്നിട്ട് വരാം അല്ലേ? ഓക്കെ, അപ്പോൾ സെറ്റായി അല്ലേ? ഞാനും ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. അയ്യോ, നല്ല തണുപ്പുണ്ട്. ഒരു 16 വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടുന്ന് ഇപ്പോൾ ജസ്റ്റ് ഇതിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോയത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 മണിയായി. അപ്പോൾ നമുക്കിനി ഒരു വാക്കിംഗ് എല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രിക്കത്തെ ഡിന്നറിന് ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല. ഉച്ചക്കത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പുറത്തുനിന്ന് ട്രൈ ചെയ്യാൻ ഇവിടെ തന്നെ നോക്കാം. ഇവർക്ക് ഇൻ ഹൗസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, പ്ലംസ് എന്നില്ല വില അല്ലേ? നമുക്ക് ഓൾറെഡി ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ മെനു കാർഡ്. അപ്പോൾ അതിൽ ചിക്കൻ, മട്ടൺ അങ്ങനെയുള്ള എല്ലാം, നോൺ വെജ്, വെജ് എല്ലാ വെറൈറ്റി എല്ലാ ഫുഡും ഉണ്ട്. അപ്പോൾ രാത്രിക്കത്തെ ചിലപ്പം ഇവിടെ നിന്ന് അപ്പം അത് കേക്ക് ഇവിടെ സെലിബ്രേഷൻ വേണമെങ്കിൽ അവർക്ക് മുന്നേ ഓർഡർ കൊടുക്കണം. എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഏതായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ, അത് കയറിട്ടാവുന്ന നമ്പർ നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മൾ ഇപ്പം ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങി
അപ്പോൾ നമ്മുടെ റൂം അവിടെയാണ് വരിക ആണോ. ഇവിടെ ഇതാണ് അവരുടെ റിസപ്ഷൻ ഉള്ളത്. ഇവിടെ ഈ ഫസ്റ്റ് റൂമാണ് നമ്മളത്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ആ മേലെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങി വരികയാണ്. ഇതാ എത്ര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് നോക്കിയേ കോട. ഓ ഇതെല്ലാം വീണ്ടും ആദ്യം എല്ലാം മൂടിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് രാത്രി കോടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ എങ്ങനെയാണെന്ന് വ്യൂ ഒന്നും അറിയില്ല. നമുക്കതെല്ലാം നോക്കി വെക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ടൗണിലേക്ക്. ലേക്കിൻ്റെ ആ കോക്കസ് വാക്കിൻ്റെ സൈഡിലേക്ക് ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കണ്ടോ കാലാവസ്ഥ കണ്ടോ, നല്ല കാലാവസ്ഥ, അടിപൊളി. നമ്മളെ റൂമൊന്ന് കാണിച്ചാലാവാം. ചെറിയൊരു സ്ഥലമുണ്ട്, ചെറിയൊരു സ്ഥലം കാണുന്നത് ബാത്റൂമാണ്. ഗേസറുണ്ട്. നല്ലൊരു കോമ്പാക്ട് റൂം, ചെറിയ റൂം, അധികമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹൈലൈറ്റ്. ഇവിടെ നിന്ന് നമുക്കുള്ള വാലി വ്യൂ ആണ്. പിന്നെ അതുപോലെ തുറന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കാറ്റും. ഫുൾ കോട കയറിയിട്ടാണ്. ഇത് നമ്മൾ ഈ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ കോട ഫുള്ള് നമ്മളെ റൂമിലേക്കും കയറി വരുന്നതായിരിക്കും. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി, നല്ല അടിപൊളി ഒരു ആംബിയൻസ്. അതായത് നമുക്ക് വൈകുന്നേരം രാത്രികളിലൊക്കെ ഈ ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് അടിപൊളി. അപ്പം ഇങ്ങനൊരു പ്രോപ്പർട്ടി നല്ല കുറേ ആയി ഞാൻ തേടി നടക്കുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനൊരു പ്രോപ്പർട്ടി കിട്ടിയതിന് നല്ല അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് വഴി നമുക്ക് പറയാം. ഇത് നമ്മുടെ റൂമിൽ നിന്ന് പുറത്ത് കാണുന്ന കാഴ്ചയാണ്. ആ സൈഡിലും കണ്ടോ നല്ല അടിപൊളി കോട ഇറങ്ങി വരുന്നുണ്ട്. നമുക്കധികം സമയം കളയാനായിട്ട് നേരെ വിടാം അല്ലേ. വാ. ഇപ്പോൾ വണ്ടികളെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രീ സ്റ്റൈൽ അവിടെയുണ്ട്. നല്ല മഞ്ഞാണ് കേട്ടോ. നിങ്ങൾ ഈ ഗ്ലാസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. നല്ല മഞ്ഞാണ്. ഇവിടെയും നല്ല കോട. ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് കണ്ട വ്യൂവിനെക്കാട്ടിയും ഇപ്പോൾ ഇവിടെ താഴെ എത്തുമ്പോഴത്തേക്കും ആ വീണ്ടും കോട വന്നു. ഫുള്ള് പോയില്ലേ. ഇത്ര പെട്ടെന്നാണ് വന്നിട്ട് അടയുന്നത് കോട. നമുക്കുണ്ടല്ലോ അവർ പറഞ്ഞ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേ കൂടി ഇങ്ങനെ നടന്ന് പോയിട്ട് അതിൻ്റെ അറ്റത്ത് ഇത് ആ ഒരു പോയിന്റിൽ അവിടം വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്നാന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ആ വ്യൂ കാണാൻ പറ്റും. അതാണ് വാലിയുടെ ആക്ച്വലി ഉള്ള വ്യൂ. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മെല്ലെ നടന്നു പോകാം അല്ലേ.
അവിടെ മാത്രം ഒരു സ്പെഷ്യലായിട്ട് ഒരു ലൈറ്റ് ഇല്ല വരും അല്ലേ? തെളിഞ്ഞു വരുന്നില്ലേ? സൺറൈസ് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ പറഞ്ഞത് കഴിഞ്ഞല്ലേ. ഇനി ഇതിപ്പോ ആ കോട ഇതെല്ലാം വന്നിട്ട് ഇതായില്ലേ. നല്ല അടിപൊളി കാലാവസ്ഥ. ഇത് ഇന്നലെ നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടേ ഒരാള് മരിച്ചിട്ട് അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ ഈ സൈഡിൽ എവിടെ ഉണ്ടെന്ന് അവരെ വീട്. ആ കൊണ്ടുപോകുന്ന സമയത്തെല്ലാം ഇട്ട പൂക്കളെല്ലാം അങ്ങനെ തന്നെ ഉണ്ടത്ര. ഇതല്ലേ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചാപ്പം മാർത്ത് ഏത് ഇതാ? ആ അതന്നെ. പക്ഷെ ഇത് ഇങ്ങനെയല്ല. ഇത് ഇതില്ലാത്ത എന്താ പറയേണ്ടത്, ഈ മഞ്ഞൊന്നും ഇല്ലാത്ത സമയത്ത് ശരിക്കും അതിൻ്റെ മുകളിൽ കൂടെ ഒരു വൈറ്റ് കളർ ലെയർ വരും ഈ സാധനത്തിൽ ഒരു വൈറ്റ് കളർ ലെയർ വരും. ആ ലെയർ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ള കളർ അങ്ങനെ തന്നെ വരികയില്ല. ഒരു പൗഡർ അടിച്ചാൽ മാതിരി ഉണ്ടാവും. വെള്ളം ഒഴുകി വരുന്ന നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇതെന്താ സാധനം? ഇതെന്ത് ഫ്രൂട്ടാ? പാഷൻ ഫ്രൂട്ടാണോ? അതാ അത്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് രസല്ലേ? ഓ അതല്ലേ വള്ളി വള്ളിയായിട്ട്. ആ ഈ സൗണ്ടാ കേൾക്കുന്നല്ലേ? അടിപൊളി. ആണോ? ഇതിന്റെ വലുതാണ് ആടെ കണ്ടത് കേട്ടാ. വള്ളി ആയിട്ടുള്ളത് നല്ല രസമുണ്ട്. ഇത് എരിക്കിൻ്റെ പൂവാണ്. ഇതിങ്ങനെ നഖം ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ പൂവില്ലേ നഖം ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ ഇവിടുത്തെ എല്ലാ വീട്ടുകളിലേക്കും അവരെ ഈ പൈപ്പ് വഴി ആയിട്ടാ ഫുള്ളായിട്ട് സപ്ലൈ ചെയ്ത് നോക്കിയേ. എവിടെ പോന്നേ? എവിടെ പോന്നേ? വാ നടക്ക്, വാ ചൽ വാ നടക്ക്. ആ നമുക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളപ്പുറം കൂടിയതാണല്ലേ. ഒന്നും എവിടെന്ന് പറയാണ്ട് നമ്മൾ വെറുതെ നടന്നത്. നമ്മൾ ഇറങ്ങുന്ന സമയത്തൊന്നും കണ്ടിട്ടാ പെട്ടെന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്നേ. ഇതുണ്ടോ? ഹലോ ഡാ ബൈ, നമ്മ പോന്നേ. ശരി ഓക്കെ. കണ്ടോ തിരിച്ചു വരുന്നുണ്ടോ? സോ ക്യൂട്ട്. ചോടാ മതി 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 മതി. നക്കണ്ട 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 നക്കണ്ട. നടക്ക്, വാ ചൽ നടക്ക്. എത്ര ക്യൂട്ടാണ് സാധനം. അങ്ങനെ പ്രതീക്ഷിക്കാതെ രാവിലെ തന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആഹാ, ഈ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇത് എവിടത്തേക്കാണെന്ന് അറിയില്ല. അപ്പം അധിക ദൂരം അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നില്ല. നമ്മളുടെ ഇത് ഏകദേശം ആ സ്ഥലത്തായിട്ടാണ് വരുമോ? വേണ്ട, ഇവിടെ ഇടയ്ക്ക് താഴെ ഭാഗത്ത് വീടെല്ലാം ഉണ്ട് കേട്ടാ. ഞാൻ ചോദിച്ചിട്ടാ വീടിൽ നിന്ന് ആ സ്ഥലത്തെല്ലാം വീടെല്ലാം ഉണ്ട്. അടിപൊളി. ഇത് നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ആ സൈഡ് ലാസ്റ്റ് വരെ നമുക്ക് പിന്നെ കാണാൻ പറ്റും. ഇത് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് വന്ന റൂട്ടാണിത്. എന്നാ അങ്ങ് ഏറ്റവും താഴെയില്ല ആ വെള്ളത്തിൻ്റെ പോർഷൻ. ഏതാ നമ്മളൊരു ഡാം കണ്ടിട്ടുണ്ട്. അതിന് ആ ഡാമിൻ്റെ സൈഡാണ് പോലെ കല്ലാർ ഡാം. നല്ല ഭംഗിയുണ്ട്. ബൈ, നമ്മൾ പോയി കേട്ടാ. ശരി, നീ വരുന്നെങ്കിൽ വാ.
ഒരു പരിചയമില്ല. ഓടി ഓടി വരുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അങ്ങോട്ട് നടക്കും. നടക്ക് ബാ ചൽ. ഞാൻ അങ്ങോട്ടേക്ക്. വഴി കാണിക്കൂ സാരഥി. അപ്പോൾ നമ്മുടെ കൺട്രി ക്ലബ് വാലി വിസ്റ്റയിലത്തെ ഒരു രാവിലത്തെ മോർണിംഗ് വാക്കെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട് വന്നതാണ്. ഇതിവരെ ഗാർഡൻ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഊഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇത് നമ്മളുടെ ഡൈനിങ് ഏരിയ ആണ് ആ ഒരു പോർഷൻ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഇവിടെ രാത്രി നമുക്ക് ഫയർ ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നും ആ ഒരു മനോഹരമായിട്ടുള്ള നമുക്ക് വ്യൂ കിട്ടും. ഇനി നമുക്ക് നേരെ എന്താണ് പരിപാടി എടുത്തത്? ഫുഡ് ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയത്. ഇപ്പോൾ 2-3 സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പൊള്ളാച്ചിയിൽ എത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം അല്ലേ? ഇവിടെ നമുക്ക് ബ്രെഡ്, ടോസ്റ്റ്, ജാം, ടീ, കോഫി, ഓംലെറ്റ്. ഇത് കഴിഞ്ഞിട്ട് എടുക്കാം. അതായത് നമുക്ക് ഡൈനിങ്ങിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ചൂടോടായിട്ട് ഇട കഴിക്കാം. ഇത് എടുത്തിട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ ഇതാണ്. നല്ല തണുപ്പാണ്. ഈ പുറത്ത് കാണുന്നില്ല. നേച്ചർ ആസ്വദിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇല്ല സാധാരണ പോലെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെ നമ്മൾ കൺട്രി ക്ലബ് വാലി വിസ്റ്റയിലത്തെ നമ്മളെ സ്റ്റേ ഒക്കെ മതിയാക്കിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. മൊത്തം കോട കയറി വരുന്നതും നമുക്ക് ആ റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് സ്റ്റേ വേണ്ടുന്നവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഞാൻ കൊടുക്കാം. അവിടെ താരിഫ് പറയുന്നത് 3000 റുപ്പീസ് തൊട്ടിട്ട് മുകളിലോട്ട് 3500 റുപ്പീസ് തൊട്ടിട്ട് മുകളിലോട്ടാണ്. അപ്പോൾ ഇപ്പം അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടെ താരിഫിൽ ചേഞ്ചസ് ഉണ്ടാവും. അവർക്ക് ഇൻ ഹൗസായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പാർക്കും കാര്യങ്ങളുണ്ട്. അതുപോലെ ഫയർ ക്യാമ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്.
നമ്മളിത് എവിടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലിലേക്ക് വരുന്ന സമയത്ത് ആ മ്യൂസിയത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അവിടെ പ്രകാശപുരം എന്ന് പറയുന്ന ഒരു റൂട്ടിലാണ് ഇതുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളിപ്പം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോയത്. കുറച്ച് ഏരിയാസൊക്കെ കവർ ചെയ്യാനുണ്ട്. അതായത് നമ്മളെ പൂമ്പാറ വില്ലേജ് ആ ഒരു ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9-9:45 അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് മറ്റുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് കാണാം. ശരിയാ, ബൈ. അപ്പോൾ കൺട്രി ക്ലബ് വാലി വിസ്റ്റയിലത്തെ നമ്മളൊരു സ്റ്റേ ആണല്ലോ, അടിപൊളി സ്റ്റേ ആയിരുന്നു അല്ലേ? ഇഷ്ടമായിരുന്നു എനിക്ക്. നല്ലതായിരുന്നു, ഒരു വെറൈറ്റി ആണ് ശരിക്കും. കുറച്ചത് അതായത് നമുക്ക് ടൗണിൽ നിന്നെല്ലാം കുറച്ച് മാറിയിട്ടാണ്, ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. വ്യൂവും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. സർവീസിൻ്റെ ആസ്പെക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം സർവീസ് ചില കാര്യങ്ങൾ നമ്മുടെ റൂമിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് ഡിലേ ഉണ്ട്. അത് എനിക്കൊന്ന് കൂടുതൽ ആൾക്കാർ ഉണ്ടായതുകൊണ്ടായിരിക്കും അല്ലേ. കുറേ ആൾക്കാരുണ്ട്. എനിക്കൊന്ന് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ കുറേ കുറവ് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വീടും കുറച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആ ഒരു സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരെ ആ ഒരു വ്യൂ തന്നെ അല്ലേ. ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എവിടെയും ഇല്ല. ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പിന്നെ എന്താ പറയുന്നത് കോട കാണാനില്ല. അത് കയറി വരുന്നതാണ്. ഓൾ ഓവർ നല്ലതാണ്. കുഞ്ഞോളെല്ലാം കൊണ്ടുവരാൻ സേഫ് അല്ല. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാലല്ലേ. ഇപ്പം നമ്മളിപ്പം അവിടെ കണ്ടു കഴിഞ്ഞാൽ കുറേ നോർത്ത് സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവർ ഈ കൺട്രി സൈഡ് വാലി വിസ്റ്റയുടെ അവർക്ക് ഊട്ടിയിലും ആ സൈഡിലും കാര്യങ്ങളിലായിട്ട് കുറേ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു അല്ലേ. കുറേ സാധനങ്ങൾ ഇന്നലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇത് തന്നെ. റെസ്റ്റോറൻറ്റിലത്തെ ബാക്കി ഫുഡിൻ്റെത് ഓക്കെ, ഒരു നോർമൽ ആവറേജ് ഇത് ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇത്രയും നമുക്ക് അടുത്തൊന്നും വേറെ ഒന്നും റെസ്റ്റോറൻറ്റോ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അത് മാത്രമേ ഇവരെ ഇൻഹൗസ് റെസ്റ്റോറൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുന്ന അവസ്ഥ. പുറത്തത്തെ ഫുഡും അത്ര നല്ല ഫുഡ് എന്ന് പറയാൻ പറ്റുന്നില്ല. ചില ഇന്നലെ എല്ലാ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു. പിന്നെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തപ്പോൾ അത് നല്ല ഇതായിരുന്നു. ബാക്കി റെസ്റ്റോറൻറ്റ്സിനെല്ലാം നല്ല ക്വാളിറ്റി ഇതുണ്ട്, കോസ്റ്റ്ലി ആണ്. കമ്പാരിറ്റീവ്ലി എന്നുവെച്ചാൽ ഇവിടെ ആ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാവരും വൺ ടൈമിന് വേണ്ടിയിട്ട് വരുന്നതല്ലേ. ഒരു പ്രാവശ്യം വരുന്നത് കാണുന്നത് കൊണ്ട് തന്നെ അവരെ മാക്സിമം പിഴിയാന്നുള്ള ഒരു രീതിയിലല്ലോ. എന്നാൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കൊടുക്കുന്നില്ല, എന്നാൽ തെറ്റെന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ ഇത് നല്ലൊരു സ്റ്റേ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ചും അതായത് നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് അധികം എവിടെയും കറങ്ങാൻ പോകാതെ നമുക്ക് ഇവിടെ തന്നെ പിന്നെ ഈ ഒരു ക്ലൈമറ്റും പിന്നെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഈ ഒരു പ്ലേസ് നമ്മൾ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ, കൊടൈക്കനാലിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒരു സ്റ്റേ, അതായത് കുറേ ദിവസത്തെ സ്റ്റേ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ സ്റ്റേ നിങ്ങൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ടുവേർഡ്സ് ലേക്കിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സൈഡിലൊരു കട കണ്ടിട്ട് നിർത്തിയതാണ്. വേണ്ടാ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്. എന്ത് രസം! ആ കളറ് നോക്കടാ, നല്ല അടിപൊളി കളറ്. അതേപോലെ തന്നെ ഇത് നമ്മളെ മുള്ളങ്കി റാഡിഷ് എന്ന് പറയുന്ന സാധനം നല്ല വൃത്തിയിൽ കെട്ടി തരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് വെച്ചാൽ കിലോന് 50 രൂപയാണ് കേട്ടോ. 50 രൂപ ഉള്ളൂ ഒരു കിലോന്. അതല്ലേ ചെറുതല്ലേ, നല്ല ഇതുണ്ടാവും. അതേമാതിരി നമ്മൾ ഇന്നലെ കഴിച്ച ആ ഫാഷൻ ഫ്രൂട്ട്, പിന്നെ ആ തക്കാളി അല്ലേ, മരത്തക്കാളി. ഇത് നെല്ലിക്ക. ഇത് മരത്തക്കാളി തന്നെ നെല്ലിക്ക. അതുമാതിരി നമ്മളെ വെളുത്തുള്ളി കണ്ട, വെളുത്തുള്ളി. പിന്നെ പച്ചക്കായ ഉണ്ട്. ഇത് എന്നാ ഇതിനാ സാമ്പാർ വയ്ക്കുന്നത്. ഓക്കെ. അப்புறம் നമ്മൾ ക്യാബേജ് ഉണ്ട്. ഇത് സീതാഫൽ നോക്കിയ കട്ട് പണ
കട്ട് ചെയ്തു. ഇത് നമ്മ ഇന്ത ഫ്രൂട്ടാ? അതിന് അവക്കാടോ നമ്മള് വാങ്ങിക്കുന്ന പോലെയല്ല. കുരുണ്ട്, പക്ഷെ അത് ഇത് കുറച്ചും കൂടെ ഇത് ഇന്നും കായ தானே இருக்குண்ணா, பழுக்கணும்ல என்ன? காய் வாங்கி போனா தான் நல்லா இருக்கும் சார். பழம் வாங்கி போனீங்கன்னா ரொம்ப பழுத்து இதாயிடும். എന്ത് മധുരം, നല്ല ടേസ്റ്റ് അല്ലേ? നല്ല മധുരം. ഇത് കാണാൻ ഇങ്ങനെ പച്ചയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. நீங்க போறதுக்குள்ள பழமாயிரும், நாளைக்கு சாப்பிடும். ഇത് അരിസിയിൽ പോട്ട് വെക്കണമാ? சும்மா சலக்கும் போறதுக்குள்ள பழமாயிரும், சீசன் முடிய போகுது. ഇത് വാങ്ങിക്കാം. മരത്തക്കാളിയാ? അങ്ങനെ എത്ര ചോദിച്ചോ? 30. பேசன் விட்டுறோம்னா பேசன் விட்டு நல்ல மாதிரி. ആ പാഷൻ ഫ്രൂട്ട് വേണം. ഇത് இந்த ஸ்வீட்டு അത് വേണം. ആ ഇത് ഒരു 2 കൊടുക്കണ. നല്ല 1 கிலோ வாங்கி 100 ரூபா தான் இருக்கும். ആ 1 കിലോலாம் വേണം, 1/2 കിലോ போதும். ബേബി நல்ல பழமாக பார்த்து வைங்கண்ணா. நல்லா இருக்கும். ആ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളം വരുന്നതും കാണുന്നുണ്ട്, അതിന് സൗണ്ടും ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പം எடுத்துட்டா இல்லை நீங்கள் எங்கே இது பண்ணுறீங்க கேட்க நாங்கள் வாங்கி தான் சார் வைக்கிறோம். வாங்கி வைக்கிறீங்க? சரி, எல்லாமே இங்கே இருக்கிறது தானே? பூராமே இங்கே உள்ள இங்கே உள்ளது தான் மெயினாக வண்டி. இது எந்த ஏரியாவில் நான் இது பண்ணுறேன்? அவுட்டர் தான் சார். அவுட்டரில் தான். இது ஸ்வீட் வேணா சாப்பிட்டு பாருங்க. இல்லை இல்லை வேணாம் 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 வேணாம். இது உங்கள் ஊருக்கு இல்லை, கேரளா பழம் கிடையாது. புரியுது, என்ன நேற்று ட்ரை பண்ணி பார்த்தேன் அங்கே. இது 2 இருந்துச்சு, ஸோ 2மே ட்ரை பண்ணி பார்த்தேன். ഇത് സ്വീറ്റാக தான் இருக்கும், சீனிலாம் போட வேண்டியது, நல்லா ஸ்வீட் தான். ചേച്ചി നമ്മുടെ ക്യാരറ്റ് വൃത്തിയാക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഫുൾ ഇത് വെച്ചിട്ടുണ്ട്, അത് നല്ല ബ്രഷ് ഉപയോഗിച്ചിട്ട് അതും ക്യാരറ്റും റാഡിഷും ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ എടുത്തേക്കും. നമ്മുടെ 50 രൂപ 50 റുപ്പീസ് അല്ലേ? വാങ്ങിക്കോട്ടെ. ആ ഇത് നമ്മുടെ ചെറിയ പൊട്ടറ്റോ. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. നമ്മള് മറ്റേ ബാർബിക്യൂല് ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചില്ല. ആ ബിബിക്യൂല് പോയിട്ട് ആ ചെറുത് സ്ലൈസ് ചെയ്തിട്ടുണ്ടേ. സ്ലൈസ് ചെയ്തിട്ടുണ്ടായത്, ആ അത് പെട്ടെന്ന് ഉണ്ടാക്കി. சரி ஓகே, அது 1 கிலோ கொடுத்துருங்க. இது எவ்வளோ? இது ஒரு பேக்கெட்டா? 1 கிலோ தானா? சரி சரி ஓகே. എല്ലാം വേണമക്കാ, അത് വേണം, വാങ്ങിക്കാം. ഇത് അവക്കട നോക്കി എന്താ സൈസല്ല, എത്ര വലുതല്ലേ. ഒരു ഓറഞ്ച് ഉണ്ട്, നെല്ലിക്കയുണ്ട്. സോ ഇത് തന്നെയാണ് അവിടെ ഇത് തന്നെ. അവിടെ വെള്ള കളറിൻ്റെ ഇതുണ്ട് അല്ലേ, മുള്ളങ്കി. எவ்வளோ ஆச்சு? 4 கிலோ கேரட், ഇത് തന്നെ അതിനാ? அண்ணனுக்கு അക്കാ ഇത് തന്നെ അതൊക്കെ நூக்கல் നൂക്കലാ? நூக்கல் சாம்பார். സാമ്പാർ വയ്ക്കും. സാമ്പാർ വെക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇത് സാമ്പാർ വെക്കുന്നതാണ്, അത് സാമ്പാർ വെക്കുന്നതാണ്. അടിപൊളി. നമ്മുടെ പർച്ചേസിങ് അപ്പം നമ്മളെ അങ്ങനെ ഫ്രഷ് മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.